ഈ തുടരും എന്ന സിനിമയ്ക്ക് തൊട്ട് മുമ്പാണല്ലോ എമ്പുരാൻ ഇറങ്ങിയത്. എമ്പുരാൻ എന്ന സിനിമയിൽ അദ്ദേഹം ഫുൾ ടൈം ഈ മറ്റേ വടിവൊത്ത സ്യൂട്ടണിഞ്ഞാണല്ലോ തോക്ക് പിടിച്ച് സ്റ്റണ്ട് നടത്തുന്നതൊക്കെ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സീന് വരുന്നുണ്ടല്ലോ, മോഹൻലാൽ മുണ്ടെടുത്ത് വരുന്നൊരു സീന് വരുന്നുണ്ട്. തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയത് ആ ഒരു സീനിനാണ്. അപ്പോൾ മോഹൻലാലിന് യോജിച്ച വേഷം ഒരുപക്ഷെ അതാണെന്ന് മലയാളികളുടെ മനസ്സ് തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും. മോഹൻലാലിൻ്റെ വിജയിച്ച പല സിനിമകളും, ആറാം തമ്പുരാനായാലും എത്ര സിനിമകളാണ് അതുപോലെയുള്ള സിനിമകൾ വന്നിരിക്കുന്നത്. നരസിംഹ അടക്കമുള്ള സിനിമകളൊക്കെ മുണ്ടിലാണല്ലോ കളി. ദൃശ്യം പോലും മുണ്ടാണ്. അതെ, മുണ്ടാണ്. ആ മുണ്ട് പിടിക്കുന്നതിലൊക്കെ ഒരു വല്ലാത്തൊരു മെയ്വഴക്കം മോഹൻലാലിനുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അതൊരു സംഗതിയാണ്. പക്ഷെ മുണ്ടെടുത്തുകൊണ്ട് മാത്രം സിനിമ വിജയിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനൊരു സംഗതിയുണ്ട്. പിന്നെ എമ്പുരാൻ കൊടുത്തൊരു ഹാങ് ഓവർ ഉണ്ട്. എമ്പുരാൻ വലിയ പ്രതീക്ഷയോട് കൂടി വരികയും എന്നാൽ ആ പ്രതീക്ഷയെ കുത്ത സിനിമ ഇല്ല എന്ന് തോന്നുകയും ചെയ്യുകയും പിന്നെ മറ്റ് വിവാദങ്ങൾ മാറ്റി വെച്ചോളൂ, അതവിടെ നിന്നോട്ടെ. അപ്പോൾ ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് എമ്പുരാൻ കണ്ട പാപം തുടരും കണ്ടപ്പോൾ ഇല്ലാതായി കഴുകിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒന്നുമല്ല. നേരെ മറിച്ച് ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി കിട്ടാത്തതിൻ്റെ ഒരു വിഷമം എന്തുണ്ടായിരുന്നു, ഈ മോഹൻലാൽ ആരാധകർക്കുണ്ടായിരുന്നു. അത് തുടരും എന്ന സിനിമയിലൂടെ അവർക്ക് മാറിക്കിട്ടി. നമ്മുടെ സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി മാറ്റി നിർത്തി നമ്മൾ മൗത്ത് പബ്ലിസിറ്റി വളരെ വലുതാണ്. ഒരു സിനിമ കണ്ട് ജെന്യൂനായി അഭിപ്രായം പറയുന്നത് കേട്ടാൽ അടുത്ത ആൾ ആ സിനിമയ്ക്ക് പോകും. ആ മൗത്ത് പബ്ലിസിറ്റിയാണ് ശരിക്കും ഈ തുടരുമെന്ന സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ ദിവസം തന്നെ എത്ര പേര് അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും സിനിമ നല്ലതാണെങ്കിൽ അത് വിജയിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തുടരുമെന്ന സിനിമ.